എല്ലാവർക്കും സെനിത്ത് ലേണിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ 50 ഡേയ്സ് ചലഞ്ചിൻ്റെ 5ാമത്തെ ദിവസമാണ്. ഇതൊരു ചെറിയ വീഡിയോ ആണെന്ന് കരുതി ആരും സ്കിപ്പ് ചെയ്യണ്ട. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് 100% ഞാൻ ഉറപ്പ് തരുന്നു. അറിയുന്നവരാണെങ്കിൽ ഇതൊരു റിവിഷനായി കണക്കാക്കി സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ: സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏത്? നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ, ഇഒ മെമ്മോറിയൽ, യാചനയാത്ര. ഇതിൻ്റെ ആൻസർ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കമന്റ് ചെയ്യുക. ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. മലയാളി മെമ്മോറിയൽ: സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവമാണ് മലയാളി മെമ്മോറിയൽ. അതേപോലെ തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭം ആരംഭിക്കാൻ കാരണമായ ഒരു സംഭവം കൂടിയാണ് മലയാളി മെമ്മോറിയൽ. ഇതിന്റെ പ്രധാന നേതൃത്വം നൽകിയ ആളാണ് ജി.പി. പിള്ള. ജി.പി. പിള്ളയാണ് മലയാളി മെമ്മോറിയലിന് പ്രധാന നേതൃത്വം നൽകിയ വ്യക്തി. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1891 ജനുവരി 1-ാം തീയതി. 1891 ജനുവരി 1-ാം തീയതിയാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. ഇതിൽ 1028 പേർ ഒപ്പിട്ട ഒരു നിവേദനം 1028 പേർ ഒപ്പിട്ട ഒരു നിവേദനം തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കുകയുണ്ടായി. ഈ സംഭവത്തെയാണ് മലയാളി മെമ്മോറിയൽ എന്ന് പറയുന്നത്. അതേപോലെ ഇതിന്റെ പ്രധാന ലക്ഷ്യമായിരുന്നു ഉന്നത ജോലികൾ തദ്ദേശീയർക്ക് നൽകുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. മലയാളി മെമ്മോറിയൽ 1028 പേർ ഒപ്പുവെച്ചെന്ന് നമ്മൾ പറഞ്ഞു. അതിൽ ആദ്യമായി ഒപ്പുവെച്ചത് കെ.പി. ശങ്കരമേനോനും മൂന്നാമതായി ഒപ്പുവെച്ച വ്യക്തി ഡോക്ടർ പൽപ്പുവുമാണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ ദിവാനായിരുന്നത് ടി രാമറാവു ആണ്. ടി രാമറാവു ആയിരുന്നു മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച സമയത്തെ ദിവാൻ. ഈ മലയാളി മെമ്മോറിയൽ തയ്യാറാക്കാൻ നിയമസഹായം നൽകിയ വ്യക്തിയാണ് എർലി നോട്ടൻ ആയിരുന്നു നിയമസഹായം നൽകിയ വ്യക്തി. ഈ മലയാളി മെമ്മോറിയലിന്റെ പിന്നിൽ പ്രവർത്തിച്ച സാഹിത്യകാരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് സാഹിത്യകാരൻ സി വി രാമൻപിള്ളയാണ്. മലയാളി മെമ്മോറിയലിനെ കുറിച്ച് സി വി രാമൻപിള്ള എഡിറ്റോറിയലിൽ എഴുതിയ പത്രമാണ് മിതഭാഷി എന്ന പത്രത്തിലായിരുന്നു മലയാളി മെമ്മോറിയലിനെ കുറിച്ച് സി വി രാമൻപിള്ള എഴുതിയത്. ഇത് പിന്നീട് വിദേശീയ മേധാവിത്വം എന്ന പേരിൽ പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് തിരുവിതാംകൂറുകാർക്ക്. ഈ തിരുവിതാംകൂറുകാർക്ക് എന്നുള്ള മുദ്രാവാക്യം മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ തയ്യാറാക്കിയത് ബാരിസ്റ്റർ ജി.പി. പിള്ളയാണ്. തിരുവിതാംകൂറുകാർക്ക് എന്നുള്ള ലഘുലേഖ തയ്യാറാക്കിയത്. നമ്മുടെ ക്വസ്റ്റ്യനിലെ മറ്റൊരു ഓപ്ഷൻ ആയിരുന്നു ഇഒ മെമ്മോറിയൽ. ഇതും കൂടി ചർച്ച ചെയ്ത് നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. 13,176 പേർ ഒപ്പിട്ട ഒരു ഹർജി ശ്രീമൂലം തിരുനാളിന് തന്നെ സമർപ്പിക്കുകയുണ്ടായി. മലയാളി മെമ്മോറിയലിൽ 10,028 പേരായിരുന്നെങ്കിൽ ഇവിടെ 13,176 പേർ ഒപ്പിട്ട ഒരു ഹർജി ശ്രീമൂലം തിരുനാളിന് തന്നെ സമർപ്പിക്കുകയുണ്ടായി. ഈ സംഭവത്തെയാണ് ഇയവ മെമ്മോറിയൽ എന്ന് പറയുന്നത്. ഇത് സമർപ്പിക്കപ്പെട്ട വർഷമാണ് 1896 സെപ്റ്റംബർ 3-ാം തീയതി. 1896 സെപ്റ്റംബർ 3-ാം തീയതിയാണ് ഇയവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത്. ഇതിന് പ്രധാന നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഡോക്ടർ പൽപ്പു ആണ് ഇതിന് പ്രധാന നേതൃത്വം നൽകിയ വ്യക്തി. ഇയവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്ത് ദിവാനായിരുന്നത് ശങ്കര സുബ്ബയ്യായിരുന്നു ഒന്നാമത്തെ ഇയവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട സമയത്തെ ദിവാൻ. രണ്ടാം ഇയവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷമാണ് 1900 രണ്ടാമത്തതും 1896 സെപ്റ്റംബർ 3-ാം തീയതി ഒന്നാമത്തെ ഇയവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടു. ഇത് രണ്ടാമത്തെ ഇയവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കൈസം പ്രഭുവിനും ഒന്നാമത്തേത് ശ്രീമൂലം തിരുനാളിനുമായിരുന്നു സമർപ്പിച്ചത്. ഇന്നത്തെ ക്ലാസ്സിൽ കേരള ഹിസ്റ്ററിയിലെ മലയാളി ഇഒ മെമ്മോറിയലിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആദ്യത്തെ ചോദ്യത്തിന്റെ ആൻസർ കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.